വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും ഇത് നമുക്ക് നല്ലൊരു ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മക്കൾക്ക് ന്യൂട്ടല്ല അങ്ങനത്തെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ട് ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ ന്യൂട്ടല്ല ഉണ്ടാക്കുന്നത് ഹേസൽനട്ട് എന്ന് പറയുന്ന ഒരു നട്ട് ഉപയോഗിച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. അത് കുറച്ച് കോസ്റ്റ്ലി ആയത് കാരണം നമുക്കത് പെട്ടെന്ന് അവൈലബിളുമല്ല വാങ്ങാനായിട്ട്. അതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ സാധാരണക്കാർക്ക് ഉണ്ടാക്കാവുന്ന രീതിക്ക്. അപ്പോൾ ന്യൂട്ടല്ലയുടെ അതേ ടേസ്റ്റ് വരുന്നില്ല, എന്നാലും നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്പ്രെഡാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. സാധാരണ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 മുതൽ 15 ബദാം കൂടെ നമുക്ക് വേണം. അതും ഒന്ന് പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. ആ പഞ്ചസാര ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് കോക്കോ പൗഡർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് ഉപ്പാണ് വേണ്ടത്, മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട്. പിന്നെ നമുക്ക് അൺസാൾട്ടഡ് ബട്ടർ ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണോളം അളവ് ഞാൻ ഉരുക്കി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം ഇളം ചൂടോടുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഞ്ചസാരയ്ക്കും ഈ വെള്ളത്തിനും പകരം, ഇളം ചൂടുള്ള വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു ചോക്ലേറ്റ് സ്പ്രെഡിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. പക്ഷെ നമുക്ക് കണ്ടൻസ് മിൽക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് സ്പ്രെഡ് ഉണ്ടാക്കുന്ന രീതി നമുക്ക് ഈ പഞ്ചസാരയും വെള്ളവും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഞാൻ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്, ഇത് പഞ്ചസാര പൊടിച്ച ജാറാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സ് ഉണ്ടല്ലോ, 2 ബദാമും നമ്മുടെ കടലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരു തരിതരിപ്പും ഇല്ലാതെ പൊടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ഓയിലി ഒരു കൺസിസ്റ്റൻസി നമുക്കൊന്ന് ഫീൽ ചെയ്യും, പൗഡറായിട്ട് പൊടിയാതെ. കാരണം കപ്പലണ്ടി ആയത് കാരണം അതിലേക്ക് കുറച്ച് ഓയിലി നമുക്ക് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ കോക്കോ പൗഡറാണ്. വേണമെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അടുത്ത് നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തത് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇളം ചൂടുള്ള തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായില്ലെങ്കിൽ, ആ സ്പ്രെഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ അരച്ചെടുത്തിട്ട് വരിക. അപ്പോൾ നമ്മൾ ഏതാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു നമ്മുടെ സ്പ്രെഡറിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രെഡർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടലയും ബദാമൊക്കെ കഴിക്കുന്നത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത് നമ്മൾ ബ്രെഡിലോ ചപ്പാത്തിയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.